പ്രിയമുള്ളവരെ, വചനജ്വാല 1728 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 25 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 25 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 16 അധ്യായം 46 മുതൽ 63 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നിന്റെ സഹോദരിയായ സോദോമിന്റെ തെറ്റ് ഇതായിരുന്നു: പൗഡിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിട്ടും അവളും അവളുടെ പുത്രിമാരും നിർധനരെയും അഗതികളെയും തുണച്ചില്ല. അവർ ഗർവിഷ്ഠരായിരുന്നു. എന്റെ മുൻപിൽ അവർ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു. അത് കണ്ട് ഞാൻ അവരെ നിർമാർജനം ചെയ്തു. നീ ചെയ്ത തിന്മയുടെ പകുതി പോലും സമരിയ ചെയ്തില്ല. നീ അവരെക്കാൾ കൂടുതൽ മ്ലേച്ഛത പ്രവർത്തിച്ചു. നീ പ്രവർത്തിച്ച മ്ലേച്ഛതകൾ കണക്കിലെടുത്താൽ നിന്റെ സഹോദരികൾ നീതിയുള്ളവരായി തോന്നും. നിന്റെ അവമതി നീ സഹിക്കണം. നിന്റെ സഹോദരിമാരെക്കാൾ ഏറെ മ്ലേച്ഛതകൾ നീ പ്രവർത്തിച്ചതിനാൽ നിന്നോട് തുലനം ചെയ്യുമ്പോൾ അവർ നിഷ്കളങ്കരായി തോന്നും. ലജ്ജിച്ച് അപമാനമോർക്കുക. എന്തെന്നാൽ നിന്റെ സഹോദരിമാർ നീതിയുള്ളവരെന്ന് തോന്നിക്കാൻ നീ ഇടയാക്കി. സോദോമിന്റെയും അവളുടെ പുത്രിമാരുടെയും സമരിയായുടെയും അവളുടെ പുത്രിമാരുടെയും സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും. അതോടൊപ്പം അവരുടെ മധ്യേ നിന്റെ സുസ്ഥിതിയും ഞാൻ പുനഃസ്ഥാപിക്കും. അങ്ങനെ അവർക്ക് ഒരാശ്വാസമാകത്തക്ക വിധം നീ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് നീ ലജ്ജിച്ച് അപമാനമേൽക്കും. നിന്റെ സഹോദരിമാരായ സോദോമും സമരിയായും അവരുടെ പുത്രിമാരും തങ്ങളുടെ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി വരും. നീയും നിന്റെ പുത്രിമാരും നിങ്ങളുടെ പൂർവസ്ഥിതി പ്രാപിക്കും. നിന്റെ ദുഷ്ടതകൾ വെളിപ്പെടുത്തുന്നതിന് മുൻപ് നീ അഹങ്കരിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ സഹോദരിയായ സോദോമിന്റെ പേരുച്ചരിക്കാൻ നിന്റെ അധരങ്ങൾ ലജ്ജിച്ചിരുന്നില്ലേ? ഇപ്പോൾ നിന്നെ അധിക്ഷേപിക്കുന്നവരായി നിന്റെ ചുറ്റുമുള്ള ഏദോം പുത്രിമാർക്കും അവളുടെ അയൽക്കാർക്കും ഫിലിസ്ത്യ പുത്രിമാർക്കും നീയും അവളെപ്പോലെ പരിഹാസപാത്രമായിരിക്കുന്നു. നിന്റെ വ്യഭിചാരത്തിന്റെയും മ്ലേച്ഛതയുടെയും ശിക്ഷ നീ ഏൽക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ശാശ്വതമായ ഉടമ്പടി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: നീ പ്രവർത്തിച്ചതുപോലെ നിന്നോടും ഞാൻ പ്രവർത്തിക്കും. നീ ഉടമ്പടി ലംഘിച്ച് പ്രതിജ്ഞ അവഹേളിച്ചു. എങ്കിലും നിന്റെ യൗവനത്തിൽ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കും. നീയുമായി ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യും. നിന്റെ പ്രവൃത്തികൾ അപ്പോൾ നീ ഓർമ്മിക്കും. നിന്റെ മൂത്തതും ഇളയതുമായ സഹോദരിമാരെ ഉടമ്പടി പ്രകാരമല്ലാതെ തന്നെ നിനക്ക് ഞാൻ പുത്രിമാരായി നൽകും. അവരെ സ്വീകരിക്കുമ്പോൾ നീ ലജ്ജിക്കും. നീയുമായി ഞാനൊരു ഉടമ്പടി സ്ഥാപിക്കും. ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും. അങ്ങനെ നിന്റെ പ്രവർത്തികൾക്ക് ഞാൻ മാപ്പ് നൽകുമ്പോൾ നീ അവയെ ഓർത്ത് ലജ്ജിച്ച് മൗനം ഭജിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള
കത്തോലിക്ക സഭയിൽ ഇന്ന് വേദപാരംഗതനായ വിശുദ്ധ ബീഡിനെയും വിശുദ്ധ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പയെയും കന്യകയായ വിശുദ്ധ മേരി മഗ്ദലേൻ ദപ്പാസിയെയും അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ് ഇന്ന്. 3 വിശുദ്ധരെ ഒരുമിച്ച് ഇന്ന് അനുസ്മരിക്കുകയാണ്. 735 സ്വർഗാരോഹണ തിരുനാൾ ദിനം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അന്തർധാനം ചെയ്ത ആംഗ്ലോ സാക്സൺ ചിത്രകാരനാണ് വന്ദ്യനായ ബീഡ്. 702 പൗരോഹിത്യം സ്വീകരിച്ചു. തത്വശാസ്ത്രം, പാട്ട്, പദ്യം, ഗണിതം, ഊർജതന്ത്രം, ചികിത്സ എന്നീ വിഷയങ്ങളെ കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 30 പുസ്തകങ്ങളുമായി അദ്ദേഹം എഴുതിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനം വിശിഷ്ടമാണ്. പിന്നെയും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഫിൽഡേബ്രാൻഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗ്രിഗറി ടക്സ്റ്റനിയായിൽ 1013 ജനിച്ചു. റോമായിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഫ്രാൻസിൽ പോയി ഒരു സന്യാസിയായി റോമിലേക്ക് മടങ്ങി. 1073 മാർപ്പാപ്പയായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. 72 വയസ്സിൽ വിപ്രവാസത്തിലാണ് വിശുദ്ധ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പ ദിവംഗതനായത്. പ്രിയരെ, മരിക്കാതെ സഹിച്ച് മരിച്ച ഒരു കർമ്മലീത്ത സഹോദരിയാണ് വിശുദ്ധ മേരി മഗ്ദലേൻ ദപ്പാസി. 16 വയസ്സിൽ കന്യകാമഠത്തിൽ ചേർന്ന് 1 കൊല്ലത്തെ നൊവീഷ്യേറ്റ് കഴിഞ്ഞപ്പോൾ മരണകരമായ ഒരു രോഗം വന്ന് രോഗശയ്യയിൽ കിടന്ന് തന്നെ വ്രതവാഗ്ദാനം സ്വീകരിച്ചു. ഉടനെ 2 മണിക്കൂർ സമാധിയിൽ അമർന്നു. ജ്ഞാനപിതാവിന്റെ നിർദ്ദേശപ്രകാരം സഹനങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതിയിരുന്നു. 5 വാല്യം വരെയാണ് എഴുതിയത്. ശരീരം കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അഴിഞ്ഞിട്ടില്ലെന്ന് പറയപ്പെടുന്നു. പ്രിയരെ, വേദപാരംഗതനായ വിശുദ്ധ ബീഡിന്റെയും വിശുദ്ധ ഗ്രിഗറി ഏഴാമൻ മാർപ്പാപ്പയുടെയും കന്യകയായ വിശുദ്ധ മേരി മഗ്ദലേൻ ദപ്പാസിയുടെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.